നമ്മള് ഇന്നിപ്പം ആഗ്രയിൽ നിന്ന് ഡൽഹി വഴി ലുധിയാനയ്ക്ക് പോകാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇതിപ്പം നമ്മളിപ്പോ ഈ പൊക്കോണ്ടിരിക്കുന്നതാണ് ആഗ്ര ഡൽഹി യമുന എക്സ്പ്രസ് ഹൈവേ. വണ്ടികൾ കുറവാണ്. നല്ല അടിപൊളി സ്പീഡിൽ പോകാം. 100 കിലോമീറ്റർ സ്പീഡാണ് കാറിന്. ട്രക്കിനും ലോറിക്ക് 60. നാട്ടിലെ പോലെ അവിടെ ഇവിടെ എല്ലാം ക്യാമറയും വെച്ചിട്ടുണ്ട്. ഇന്നത്തെ ഇവിടുത്തെ ചൂട് 40 ഡിഗ്രിയാണ്. ഇന്ന് 9:45 യാത്ര സ്റ്റാർട്ട് ചെയ്തു. വണ്ടി ഇതുവരെ 1,26,800 കിലോമീറ്റർ കഴിഞ്ഞു. ഇതിനകത്തൊരു ചെറിയ പ്രശ്നം EV കൊണ്ട് വരുന്നവർക്ക് അനുഭവപ്പെടുന്ന എന്നാന്ന് ചോദിച്ചാല്, നമുക്ക് നോയിഡ കഴിയുന്നിടം വരെ ചാർജിങ് സ്റ്റേഷൻ വളരെ ലിമിറ്റഡ് ആണ്. അല്ലെങ്കിൽ നമ്മൾ ടൗണുകളിലൊക്കെ ഇറങ്ങി പോകണം. ഞാൻ നെക്സോൺ EV പ്രൈമിന്റെ കാര്യമാണ് പറയുന്നത്. മറ്റേ വണ്ടിക്കൊന്നും വലിയ വിഷയം വരാൻ വഴിയില്ല. നോയിഡ കഴിഞ്ഞ് ചാർജ് ചെയ്താൽ മതി. നമ്മുടേത് പ്രൈം ആയതുകൊണ്ട് ഒരു ചാർജിങ്ങും കൂടെ ഇടയ്ക്ക് ഇല്ലാതെ നമുക്ക് പോക്ക് റിസ്ക് ആണ്. കിട്ടുമോന്ന് ചോദിച്ചാൽ കിട്ടും, പക്ഷെ അത് നമുക്കൊരു ഫാക്ടറാണ്. നമ്മള് ഈ എക്സ്പ്രസ് ഹൈവേയിൽ നിന്ന് ഇറങ്ങിയിട്ട് ചാർജ് ചെയ്തിട്ട് വീണ്ടും തിരിച്ച് എക്സ്പ്രസ് ഹൈവേ കയറണം. അതാണ് നമുക്ക് ഈ നെക്സോൺ EV പ്രൈമുകാർക്കുള്ള പ്രശ്നം. ബാക്കി മൈലേജ് ഉള്ള EVക്കൊന്നും ഒരു വിഷയമേ അല്ല. നമ്മള് ഈ പോകുന്ന വഴിക്ക് ഈ ഭക്ഷണം കഴിക്കാനും ഒക്കെ ഇടയ്ക്ക് ഇവരെ ഈ ഓപ്ഷൻസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ EVക്ക് ചാർജിങ് സ്റ്റേഷൻ വെക്കാത്തതിന്റെ കാരണം ഒരു സ്കോപ്പും ഈ വഴികളിലൊന്നും ഇല്ലാത്തതുകൊണ്ടാന്ന് തോന്നുന്നു. കാരണം വെച്ചാൽ ഞാൻ നാട്ടിൽ നിന്ന് പോന്നിട്ട് ആകെ ഒരു 6 EVയെ കണ്ടിട്ടുള്ളൂ ഈ പോരുന്ന വഴിക്ക്. ഒരെണ്ണം തൃശ്ശൂരിൽ നിന്നുള്ള EV ആയിരുന്നു. ബാക്കി ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. എന്താ EVക്ക് നമ്മുടെ അവിടുത്തെ പോലെ ആരും പോപ്പുലർ അല്ലാത്തതുകൊണ്ടായിരിക്കും. അതുപോലെ എല്ലാം ലോങ് ഡിസ്റ്റൻസ് ട്രാവലിംഗ് ആരും EV ഉപയോഗിക്കുന്നില്ലാത്തതുകൊണ്ടാകാം. പക്ഷെ ആൾക്കാർ മനസ്സിലാക്കി ഉപയോഗിച്ചാൽ മാത്രമേ ചാർജിങ് സ്റ്റേഷൻസ് വരാൻ സാധ്യതയുള്ളെന്നുള്ളതാണ് തോന്നുന്നത്. ഇതൊരു വേസ്റ്റ് മലയാണ്. എനിക്കൊന്ന് ടൗണിലെ വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ടുവന്നിട്ടിട്ട് ഇങ്ങനെ മല പോലെ ആക്കിയെടുത്തതാണെന്ന് തോന്നുന്നു. ഇത് ഔട്ടർ റിംഗ് റോഡ്, ഡൽഹിയിലെ ഔട്ടർ റിംഗ് റോഡിലുള്ള ഒരു സ്ഥലമാണ്. ഈ ശ്രീനഗർ വരെ ചാർജിങ് സ്റ്റേഷൻ ഒരു പഞ്ഞവും ഇല്ലാത്തതായിട്ടാണ് കാണിക്കുന്നത്. നിലവിൽ നമ്മുടെ മറ്റേ അവരെ കമ്പനിയുടെ ആപ്പിൽ നോക്കുമ്പോഴും ഇഷ്ടംപോലെ ചാർജിങ് സ്റ്റേഷൻസ് കാണിക്കുന്നുണ്ട്. കൂടുതൽ തിരക്കുണ്ട്, അത്യാവശ്യം പക്ഷെ വിട്ടുപോവുകയും ചെയ്യും. ഞാനൊരു 75 കിലോമീറ്റർ സ്പീഡിൽ ക്രൂയിസ് ഇല്ലാതെ റീജൻ ഓഫാക്കിയാണ് പോകുന്നത്. നമ്മൾ ജമ്മു ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ജലന്ധർ വരെ എത്തണമെന്നുള്ളൊരു പ്ലാനിങ്ങിലാണ് പോകുന്നത്. നമ്മൾ ഏകദേശം 3 ചാർജിങ് ഓൾറെഡി കഴിഞ്ഞു. ഇനി അടുത്തൊരു ചാർജിങ് ഒരു സ്റ്റാർ സോണാണ് കണ്ടുവച്ചേക്കുന്നത്. ഇന്നെത്താൻ പറ്റുന്നിടം വരെ എത്തുക, ഇവിടെ കിടക്കുക, നാളെ രാവിലെ യാത്ര തുടരുക. വണ്ടികളെല്ലാം അത്യാവശ്യം സ്പീഡിലാണ് പോകുന്നത്. ട്രാഫിക് ഉണ്ടെങ്കിലും എല്ലാവരും സ്പീഡിൽ പോകുന്നതുകൊണ്ട് നമുക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ പോകാൻ പറ്റുന്നുണ്ട്. നമ്മളും 19 കിലോമീറ്ററിലാണ് പോകുന്നത്. നമ്മൾ റീജൻ ഓഫാക്കിയാണ് ഓടിക്കുന്നത്. കേരളത്തിൽ നിന്ന് പോകുന്നത് പിന്നെ റീജൻ ഓൺ ആക്കിയിട്ടില്ല. നമ്മള് ഈ യാത്ര ചെയ്തതിൽ ഏറ്റവും കൂടുതൽ ചാർജസ് കണ്ടേക്കുന്ന വഴി ഈ ഡൽഹി കഴിഞ്ഞിട്ട് ശ്രീനഗർ വരെയുള്ള വഴിക്കാണ്. എല്ലാ ധാബയിലും എല്ലാ ഒരുമാതിരിപ്പെട്ട ഹോട്ടലുകളിലും എല്ലാം ഫാസ്റ്റ് ചാർജിങ്, സ്ലോ ചാർജിങ്ങാണ്. ബാക്കിയുള്ളിടത്തൊക്കെ ഇച്ചിരി റിസ്ക് ആണല്ലോ. ഇവിടെയല്ല, എല്ലായിടത്തും കറണ്ടും വർക്കിങ്ങും ഒക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ഈ വശത്തോട്ട് ടെൻഷൻ ഇല്ലാതെ പോരാ. അതിന് മുമ്പുള്ള ഭാഗങ്ങളിൽ കുറച്ച് ടെൻഷൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ രാവിലെ 7:30 കഴിഞ്ഞപ്പോൾ ഇറങ്ങി. നമ്മൾ ഇപ്പോഴും പഞ്ചാബിൽ തന്നെയാണുള്ളത്. അടുത്തൊരു സ്റ്റാറ്റിക്കിൻ്റെ ചാർജർ തപ്പി പൊക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങോട്ട് പിന്നെ ചാർജറിന് വലിയ കുഴപ്പമില്ലാത്തതുകൊണ്ട് നമുക്ക് ടെൻഷനില്ല. ഞങ്ങളുടെ 6ാമത്തെ ദിവസത്തെ ആദ്യത്തെ ചാർജിങ് ആണ്. പത്താൻകോട്ടിനടുത്തുള്ള ഒരു ഫുഡ് കോർട്ടിൽ സ്റ്റാറ്റിക്കിൻ്റെ ചാർജർ, മെഷീന് എക്സിക്കോമിൻ്റെ. നന്നായിട്ട് കറണ്ട് കയറി ചാർജ് ആകുന്നുണ്ട്. ഞങ്ങൾ ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ ശ്രീനഗർക്കാണ് പോകുന്നത്.
ഇതൊക്കെ കണ്ട ഇങ്ങോട്ട് വന്നപ്പം കണ്ട ചാർജിങ് സ്റ്റേഷൻ ഭൂരിഭാഗവും പൊരി വെയിലത്താണ്. പൊരി വെയിലത്ത് പറഞ്ഞാൽ മണ്ടയിൽ ഒരു സാധനം വെച്ചിട്ടില്ല, വെറുതെ മെഷീൻ വെച്ചത് മാത്രമേ ഉള്ളൂ. നമ്മുടെ അവിടുത്തെ മെഷീനൊക്കെ രാജകൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. ഞങ്ങള് ജമ്മുവിൽ നിന്ന് ശ്രീനഗർക്ക് പോകുന്ന വഴിയിലാണ്. ഇപ്പം ടെമ്പറേച്ചർ 38 ഡിഗ്രിയായി. ജമ്മുവിൽ 42 ഇത് ജമ്മു ശ്രീനഗർ ഹൈവേ ആണ്. ഇത് വഴി നല്ല രസമാണ് കാണാൻ, നല്ല സീനറിയും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ വഴിപണിയാണ് ഫുള്ളായിട്ട് നടക്കുന്നതെന്നാണ് പോയവരൊക്കെ പറഞ്ഞത്. രാത്രി ആകുമ്പോഴത്തേന് ഭയങ്കര ബ്ലോക്കാണെന്നാണ് പറഞ്ഞത്. ഇത് നമ്മൾ ശ്രീനഗർക്ക് പോകുന്ന വഴിയിലെ ഒരു ചെറിയ ടണലാണ്. ഇതുപോലെ ഒരുപാട് ടണലുകൾ ഈ റൂട്ടിലുണ്ടെന്നാണ് പറഞ്ഞു കേട്ടേക്കുന്നത്. ഏതായാലും ആദ്യത്തെ ടണലിലാണ് നമ്മളിപ്പം കയറുന്നത്. ഇത് ശ്രീനഗർക്ക് പോകുന്ന വഴിയാണെന്നാണ് എല്ലായിടത്തും ബോർഡ് എഴുതി വെച്ചേക്കുന്നത്. വഴി അതുപോലെ മോശമായി കിടക്കുവാണ്. പലയിടത്തും പല പണികൾ നടക്കുന്നുണ്ട്. ടണലിൻ്റെ ആണെന്ന് തോന്നുന്നു. പമ്പുകളിലൊന്നും തന്നെ കറണ്ട് ഇല്ലെന്നാണ് അവർ പറയുന്നത്. നമ്മൾ 1-2 പമ്പ് ചാർജ് ചെയ്യാൻ വേണ്ടി ചോദിച്ചിട്ടൊന്നും അവിടെയൊന്നും സപ്ലൈ ഇല്ലെന്നാണ് പറയുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഈ ടണൽ പണിയുന്നിടത്തെ ജനറേറ്റർ എന്നുള്ള കറണ്ടാണെന്ന് തോന്നുന്നു ഈ റോഡ് കാണിച്ചേക്കുന്നത്. വഴി കുറേ ദൂരം ഇങ്ങനെ തന്നെ കിടക്കുന്നത്. ഇതൊരു ഏകദേശം 10 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള ഒരു ടണലാണ്. ഈ ടണലിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് ഇറക്കമാണ്. ഒരു സൈഡിലോട്ട് നല്ല നല്ല ഒരുമാതിരി ന്യായമായ സ്റ്റീപ്പുള്ള ഇറക്കമാണ്. അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യത്തെ എക്സ്പീരിയൻസ് ടണൽ ഇറക്കത്തിൽ കൂടെ പോകുന്ന ഒരു എക്സ്പീരിയൻസ് ഒന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ട് നല്ല നല്ല റീജനും കിട്ടി ഈ യാത്രയിൽ. ഓവർടേക്ക് ചെയ്തിരിക്കാൻ വേണ്ടിയാണ് നടുക്കൂടെ ബാരിക്കേഡ് പോലെ ആ സാധനം വെച്ചേക്കുന്നത്. നല്ല ടണലാണ്. നമുക്ക് കുറേ നേരത്തേക്കുണ്ട്, ഒരു 10 കിലോമീറ്റർ മേളിലുണ്ട്. ഈ ടണലിൽ വന്നപ്പോഴാണ് വെട്ടവും ഇല്ല, വെളിച്ചവും ഇല്ല, പൊടിയോട് പൊടി, നമുക്കൊന്നും കാണത്തില്ല. ഹെഡ്ലൈറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് മാത്രം കാണാം. വണ്ടികളെല്ലാം കുറച്ച് ഓടിക്കഴിയുമ്പോൾ ഓഫാക്കും. ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുരുട്ട ഒന്നും കാണത്തില്ല. പിന്നെ എതിരെ വരുന്ന വണ്ടികൾ ഹോൺ അടിക്കുന്ന ഒച്ച മാത്രം കേൾക്കാം. ഏഴാമത്തെ ദിവസത്തെ ആദ്യത്തെ ചാർജിങ് സ്ലോ ചാർജിങ് ആയിപ്പോയി. കാരണം വെച്ചാൽ നമ്മൾ കയറി വന്നപ്പോഴത്തേന് ശതമാനം തീർത്തും കുറഞ്ഞു, 12% ഉള്ളായിരുന്നു. അതുകൊണ്ട് ടണലിൻ്റെ ഓഫീസിൽ നമ്മൾ ചാർജ് ചെയ്തു. നമ്മളിവിടുന്ന് 42% ആക്കിയിട്ടാണ് നമ്മൾ പുറപ്പെട്ടത്. നമ്മൾ ശ്രീനഗർ സിറ്റി ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊന്ന് ചാർജ് ചെയ്യണം, അതാണ് എമർജൻസി ആയിട്ടുള്ള കാര്യം. ശ്രീനഗറിൽ 2 ചാർജിങ് സ്റ്റേഷനാണ് ഫാസ്റ്റ് ചാർജിങ് ചെയ്യാൻ കണ്ടിട്ടുള്ള. ഒന്ന് വിവാന്ത ദാൽവ്യൂ എന്ന് പറഞ്ഞ 5 സ്റ്റാർ ഹോട്ടലിലും, ഒന്ന് MGയുടെ ഷോറൂമിൽ. നമുക്ക് ചാർജ് കുറവാണെങ്കിൽ നമ്മൾ MGയുടെ ഷോറൂമിൽ ചാർജ് ചെയ്യുക തന്നെയാണ് നല്ലത്. കാരണം വെച്ചാൽ മേളിലോട്ട് കയറ്റമാണ്, മറ്റേ ദാൽവ്യൂവിലോട്ട്. അവിടെ ആകുമ്പം 2 ഫാസ്റ്റ് ചാർജേഴ്സും 2 സ്ലോ ചാർജിങ്ങും ഉണ്ട് വിവാന്ത ദാൽവ്യൂവിൽ. മറ്റൊരിടത്ത് ടാറ്റ പവറിൻ്റെ ഒരു ചാർജർ. എല്ലാം ടാറ്റ പവറിൻ്റെ ചാർജേഴ്സാണ്.
വേറെ ചാർജേഴ്സ് ഒന്നും പ്ലഗ് ഷെയറിൽ ലിസ്റ്റ് ചെയ്ത് കണ്ടില്ല. മൂന്നാറിലോട്ട് രാത്രിയിൽ പരമാവധി കയറി വരാതിരിക്കാൻ ശ്രമിക്കുക. ഞങ്ങൾ പോയപ്പം വഴിയൊക്കെ തീർത്തും മോശമായിരുന്നു. മോശമെന്നല്ല, അതുപോലത്തെ ദുർഘടം പിടിച്ച വഴിയായിരുന്നു. പല ടണലും തുറന്നു വന്നിട്ടുണ്ട്, പക്ഷേ ടണലിൻ്റെ പണിയൊന്നും കഴിഞ്ഞിട്ടില്ല. പൊടിയും ഇരുട്ടും നമ്മളെ പേടിപ്പെടുത്തുന്ന രീതിയിലുള്ള ആണ്. അതിൻ്റെ കൂടെ വണ്ടികളുടെ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബ്ലോക്കാണ്. അപ്പം രാവിലെ ആണെങ്കിൽ വലിയ കുഴപ്പമില്ല, രാത്രിയിൽ മാക്സിമം യാത്ര ഒഴിവാക്കുക. നമ്മൾ എം ജിയുടെ ഷോറൂമിൻ്റെ അവിടുത്തെ ചാർജറിന് കറണ്ട് പോയി കുറേ നേരം നോക്കി നിന്നിട്ട് രക്ഷയില്ലെന്ന് കണ്ടപ്പം പിന്നെ വിവാന്ത ദാൽവ്യൂവിൻ്റെ അങ്ങോട്ടുള്ള ചാർജറിൻ്റെ അങ്ങോട്ട് പോവാണ്. അത് ദാൽ ലേക്കിൻ്റെ സൈഡിൽ കൂടെയാണ് ഫുള്ള് നമ്മൾ മേളിലോട്ട് അങ്ങോട്ട് ചെന്നിട്ട് മേളിലോട്ട് കയറി പോകുന്നത്. നല്ല രസമാണ് കാണാൻ വഴി. പൊതുവേ നല്ലൊരു സീനിക് ബ്യൂട്ടിയുള്ളൊരു സ്ഥലമാണ് ശ്രീനഗർ. പല പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ പോലും ഏതായാലും നമ്മൾ ചാർജറിനെ ലക്ഷ്യമാക്കി പോവുകയാണ്. കാരണം അവിടെ ചാർജ് ചെയ്തിട്ട് വേണം നമുക്ക് സോൻമാർഗിലോട്ട് പോകാൻ. നമ്മുടെ ശ്രീനഗർ വന്നിട്ട് ഇന്ന് ആദ്യത്തെ ചാർജിങ് ആണ്. ഇന്ന് ചാർജ് ചെയ്തതിന് ശേഷം നമ്മൾ സോൻമാർഗിലേക്ക് പോകും. നമുക്ക് ചാർജ് ചെയ്യാൻ വന്നപ്പം 18% ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ഇതിനു മുമ്പ് ഒരു എം ജിയിൽ ചാർജ് ചെയ്യാൻ നോക്കിയത്, കുറച്ച് കയറി കഴിയുമ്പോൾ അവിടുത്തെ കറണ്ട് പോയി. ഇപ്പം വിവാന്ത ദാൽവ്യൂ എന്ന് പറഞ്ഞൊരു 5 സ്റ്റാറിൽ ചാർജ് ചെയ്യാൻ വേണ്ടി വന്നേക്കുക. ഏഴാമത്തെ ദിവസത്തെ യാത്രയാണ്. ഇന്ന് നമ്മൾ സോൻമാർഗിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ലേയ്ക്ക് പോകണമെന്നുള്ളതായിരുന്നു നമ്മുടെ ആഗ്രഹം. പക്ഷേ അവിടെ ഈ മണ്ണിടിച്ചിലും കറണ്ടിൻ്റെ പ്രശ്നമുണ്ടെന്നാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തപ്പോൾ അവർ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് ആ പ്ലാൻ തൽക്കാലത്തേക്ക് ഡ്രോപ്പ് ചെയ്ത് സോൻമാർഗിൽ യാത്ര അവസാനിപ്പിക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഭയങ്കര രസകരമായ കാഴ്ചകളാണ് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഉള്ളത്. നമ്മളൊന്നാമത് മഞ്ഞുമല കണ്ടിട്ടില്ല, അതിൻ്റേതായ ഒരു ആങ്സൈറ്റിയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ലൊരു കാലാവസ്ഥയാണ്, ഒരുപാട് വണ്ടികളുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പോലെ എല്ലാവരും ഇപ്പോഴൊക്കെയാണെന്ന് തോന്നുന്നു വരുന്നത്. താഴത്തെ ചൂടൊക്കെ ഓർത്തിട്ട് കയറി വരുന്നതാണെന്ന് തോന്നുന്നു. ഭയങ്കര ആളാണ്. സോൻമാർഗിലൊക്കെ നല്ല തിരക്കാണ്. ഹോട്ടലൊക്കെ ആണെങ്കിൽ പോലും ഒരുപാട് അന്വേഷിച്ചിട്ടാണ് കിട്ടിയത്. അപ്പം അവിടെ നമ്മൾ 1-2 മലയാളികളെ കണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ പറഞ്ഞത് അവർക്കൊന്നും പോകാൻ പറ്റിയില്ല, അവർ വന്നിട്ട് 2 ദിവസമായെന്നാണ് പറഞ്ഞത്. മണ്ണിടിച്ചിൽ കാരണം അങ്ങോട്ട് വിടുന്നില്ലെന്നാണ് പറഞ്ഞത്. എന്നാണേലും എല്ലാവരും ജീവിതത്തിലൊന്ന് വരേണ്ട ഒരു സ്ഥലമാണ്. നമ്മുടെ കേരളത്തിൽ നിന്ന് EVL ഫാമിലി ആയിട്ട് പോകുന്നതിനോട് എനിക്കത്ര അഭിപ്രായമില്ല. കാരണം വെച്ചാൽ നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോൾ ഹോട്ടലുകളൊക്കെ നല്ലത് സെലക്ട് ചെയ്യണമല്ലോ. അപ്പം നമ്മൾ ഉദ്ദേശിച്ചത്ര കിലോമീറ്റർ ഒരു ദിവസം ഓടിക്കിട്ടുമെന്ന് ഉള്ളത് എനിക്കൊരു ഡൗട്ടുണ്ട്. കാഴ്ച പക്ഷേ അടിപൊളിയാണ്. ചെങ്കുത്തായ മലകളും മഞ്ഞ് താഴ്വാരങ്ങളും എല്ലാമായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് നല്ല ട്രാഫിക്കാണ് നമ്മൾ പോകുന്ന റൂട്ടിലൊക്കെ. മിലിറ്ററിയുടെ കോൺവോയ് ഉണ്ട് ഇടയ്ക്ക്, അതുപോലെ തന്നെ ബാക്കിയുള്ള വണ്ടികളും എല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. ഒരുപാട് ഫ്യൂവൽ ടാങ്കറുകൾ ഈ റൂട്ടിലുണ്ട്. ഈ റൂട്ടിലെ ഏറ്റവും അപകടകരമായ കാര്യം എന്ന് വെച്ചാൽ ലാൻഡ് സ്ലൈഡിങ് ആണ്. എപ്പം ആണ് മലയിടിയുന്നെന്നോ മേളിൽ നിന്നൊക്കെ കല്ലുകൾ വന്ന് സൈഡിലൊക്കെ കിടക്കുന്ന കണ്ടാൽ നമ്മൾ തന്നെ പേടിച്ചു, അത്രയും വലിയ കല്ലാണ്. അതുപോലെ ലാൻഡ് സ്ലൈഡിങ് ഉണ്ട്. ഈ കാണുന്ന ഈ വീഡിയോയുടെ റൈറ്റ് സൈഡിൽ കാണുന്നതൊക്കെ മഞ്ഞുമല ഉരുകിയിട്ട് മേളിൽ നിന്ന് താഴോട്ട് വന്ന് വീണ് കിടക്കുന്നതാണ്. ആറൊക്കെ ഭയങ്കരമായിട്ട് കുത്തിയൊലിച്ചാണ് വരുന്ന വെള്ളം. ഇതൊരു പാലത്തിൽ നിന്ന് നമ്മളെടുത്ത് ആ പാലത്തിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ അത് വിറയ്ക്കും. ആ പാലം അത്രയ്ക്ക് ശക്തിക്കാണ് വെള്ളം ഒഴുകുന്നത്.
നമ്മൾ പോകുന്ന വഴിക്ക് മഴ ചാറുകയായിരുന്നു. കുറച്ച് നേരം മഴ ചാറി കഴിഞ്ഞപ്പം അത് ഐസ് തുള്ളികളായിട്ട് നമ്മുടെ വണ്ടിയെ വീഴാൻ തുടങ്ങി. അതൊരു അനുഭവമായിരുന്നു. അന്നേരം 9 ഡിഗ്രി ആയിരുന്നു ടെമ്പറേച്ചർ. അത് നല്ല രീതിയിൽ ഐസ് വീണായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു കാണാൻ, ചെറിയ ചെറിയ പീസുകളായിട്ട്. ഈ കാണുന്നതാണ് ഞങ്ങൾ താമസിച്ച സ്ഥലം. വലിയ കുഴപ്പമില്ല എന്നുള്ളതേ ഉള്ളൂ. നമുക്ക് കുറേ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റാതെയൊക്കെ പോയിട്ടുണ്ട്. കാരണം വെച്ചാൽ ആദ്യത്തെ യാത്ര ആയതുകൊണ്ട് എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ളതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഈ യാത്രയിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ നെക്സോൺ EV പ്രൈമിൻ്റെ പെർഫോമൻസാണ്. ഒരിടത്തും ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അടിപൊളിയായിട്ട് വണ്ടി പെർഫോം ചെയ്തു. ഞാൻ ഏകദേശം 26 ഫാസ്റ്റ് ചാർജിങ്ങും 2 ചെറിയ സ്ലോ ചാർജിങ്ങും ചെയ്താണ് സോൻമാർഗ് വരെയുള്ള യാത്ര പൂർത്തീകരിച്ചത്. വണ്ടി സൂപ്പർബാണ്. നമ്മൾ ഇത്ര യാത്ര ചെയ്ത് തന്നെയാണ് ഞാൻ ഓടിച്ചത് മുഴുവൻ. ഒരു മടുപ്പും നമുക്ക് തോന്നിക്കാത്ത രീതിയിൽ വണ്ടി പെർഫോം ചെയ്തു. നമ്മൾ അടുത്ത ദിവസം നമ്മൾ മടക്കയാത്രയാണ്. നമ്മൾ തിരിച്ചു പോരുന്ന വഴിക്കത്തെ മാക്സിമം വീഡിയോ നമുക്ക് പെർഫോമൻസും കാര്യങ്ങളും എല്ലാം ഇടാം. ഞാൻ ഈ കമൻറ്റ് വണ്ടിയെപ്പറ്റി പറയുമ്പോൾ എനിക്കറിയാം നമ്മുടെ നാട്ടിലെ ഒരുപാട് പേര് നമ്മുടെ വണ്ടി ഈ ഇലക്ട്രിക് വണ്ടി നെക്സോൺ ടാറ്റയുടെ വണ്ടികൾ കൊണ്ട് പ്രശ്നമുണ്ട്. അത് സർവീസ് സെൻ്ററുകളിലും എല്ലാവരും കൂടെ ഒത്തുപിടിച്ചാൽ തീരാവുന്ന കാര്യമേ ഉള്ളൂ. അത് ഒന്ന് സോൾവ് ചെയ്യുവാണെങ്കിൽ തന്നെ ഒരു സമാധാനമായിട്ട് ആൾക്കാർക്ക് ദൂരയാത്രകളൊക്കെ പോകാൻ പറ്റും. എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കിയുള്ളവർക്ക് പ്രശ്നമില്ല എന്നർത്ഥമില്ല. ഒരുപാട് പേർക്ക് പ്രശ്നങ്ങളുണ്ട്. എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക.